നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞതിന്റെ ലക്ഷണം ഉണ്ട് അല്ലേ? ഇന്ന് വിഷുവിന്റെ തലേദിവസമായി. കുറച്ച് വൈകിയെന്ന് എനിക്കറിയാം. എങ്കിലും വിഷുവിശേഷങ്ങൾ തുടരാണ് കേട്ടോ. എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. നമ്മുടെ കാലത്ത് എണീറ്റ് കടയിൽ പോകാനുള്ള ഒരുക്കത്തിലാണ്. പപ്പക്കായ പൊട്ടിക്കുന്നു, ചക്ക പൊട്ടിക്കുന്നു, കണി വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടുപറമ്പിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ പൊട്ടിക്കുന്നു. നമ്മൾ അങ്ങനെ നേരെ കടയിൽ പോകുന്നു. ഇതാണ് ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത്. നമ്മൾ ഇനിയിപ്പോൾ വൈകുന്നേരം 12 മണി 1 മണിയൊക്കെ ആയിട്ടാണ് തിരിച്ചെത്തുള്ളൂ. അത് കാരണം കൊണ്ട് ഇവിടെ അയൽപ്പക്കക്കാർ എന്ന് പറയാനായിട്ട് നമുക്ക് ഡെൽസിൻ്റെ ഇളയമയാണല്ലോ ഉള്ളത്. അപ്പം അവർക്കുള്ള പച്ചക്കറികളാണ് പോകുന്നത് കേട്ടോ. അതായത് നാളെ വിഷുവിന് ഒരുക്കേണ്ട പച്ചക്കറി വിഭവങ്ങൾ ഇത് വെച്ച് വേണം ഒരുക്കാൻ. അതായത് നമ്മുടെ KMBയിലത്തെ വെജിറ്റബിൾസ് വെച്ച് വേണം ഒരുക്കുക എന്നുള്ള നിർബന്ധം എല്ലാ കൊല്ലവും ഭാഗ്യമുള്ളതാണ്. അപ്പോൾ ഡെൽസിയാൻറ്റിക്കും അതുപോലെ തന്നെ ഇളമയ്ക്കുള്ള പച്ചക്കറികൾ ആ വഴിക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു ചാറ്റൽ മഴയിലാണ് ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് കാരണം കൊണ്ടാണ് ഇത്ര മഞ്ഞ് കാണാനുള്ളത്. ശ്രീകുട്ടൻ അതിരാവിലെ തന്നെ ഉറക്കത്തിൽ നിന്ന് എണീറ്റിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വഴി നീളെ ഇതുപോലെ മഞ്ഞും ചെറിയ ചെറിയ മഴത്തുള്ളികളും ഒക്കെ നമ്മളെ സ്പർശിച്ച് തഴുകി ഉണർത്തി അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ എല്ലാവർക്കും കൃഷിയാണെന്ന് ഞാൻ പറയാറുണ്ടല്ലോ. അത് കാരണം കൊണ്ട് റബ്ബറായിട്ടും വാഴയായിട്ടും ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ ആയിട്ടും വലിയൊരു പറമ്പിന്റെ നടുവിലായിരിക്കും ഒരു വീടുണ്ടാവുക. അങ്ങനെ അല്ലാത്തവരുണ്ട് കേട്ടോ. പക്ഷെ കൂടുതലും അങ്ങനെയാണ്. ആ കാണുന്ന മഞ്ഞുമലയില്ലേ, അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ വീടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ പതിവ് പോലെ ഇന്നും നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ KMBയിലാണ്. അത് രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നു. അമ്മ പുട്ടുണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ അതാണ് നാളികേരം ചെറുകിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അച്ഛനും ജോസേട്ടനും ഒക്കെ നല്ല പണിയിലാണ്. ജോസേട്ടൻ പാലിയേക്കറിയുള്ള ഒരു നമ്മുടെ കസ്റ്റമറാണ് കേട്ടോ. അങ്ങനെ ബാക്കി ഞാൻ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കപ്പൊന്നും വലിയ കപ്പൊന്നും ഇല്ല. എനിക്കാണെങ്കിൽ വലിയ കപ്പിലൊക്കെ ചായയും കാപ്പിയും ഒക്കെ കുടിക്കണം. വളരെ മധുരം കുറച്ച് ലൈറ്റായിട്ടൊക്കെയാണ് കുടിക്കണം. അപ്പോൾ കുറേ വേണ്ടി വരും. അങ്ങനെ നമ്മൾ ഫ്രൈയും പാനും സംഭവങ്ങളൊക്കെ അവിടെ ഉള്ളതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്നും കിട്ടിയാലും അമ്മ ഇതിലൊന്നും പാചകം ചെയ്യുന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതായത് കിട്ടിയപ്പോൾ നല്ല സന്തോഷം ഉണ്ടായിരുന്നു ആൾക്ക്. സത്യേട്ടനും അതുപോലെ തന്നെ സതീശൻ ചേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും അവരുടേതായ പണികളിലാണ് പിള്ളേരൊക്കെ ആയിട്ട്. ചെന്നപ്പോൾ തന്നെ ശ്രീകുട്ടൻ അനിയനെ സഹായിക്കാൻ വേണ്ടി പോവാ. ഇങ്ങനെയുള്ള ദിവസങ്ങളിലേ നമ്മൾ നമ്മുടെ പിള്ളേരെയൊക്കെ കൊണ്ടുപോയിട്ട് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. വലുതാവുമ്പോൾ അവരും ഈ ഒരു പാത പിന്തുടരണമല്ലോ. വേറെ ഏത് ജോലിക്ക് പോയാലും നമുക്ക് നമ്മുടെ ഷോപ്പും അതുപോലെ തന്നെ പച്ചക്കറികളും വ്യാപാരവും ഒക്കെയുള്ള ബിസിനസ് ഉള്ളവർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഒഴുകി തിരിഞ്ഞെത്തുന്നത് ഈ ഒരു വലിയ സമുദ്രത്തിലേക്കായിരിക്കും. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറുപ്പം തൊട്ടേ പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും. വിദ്യാഭ്യാസം വേണ്ട എന്നല്ല പറയുന്നത് കേട്ടോ. വിദ്യാഭ്യാസം ഉണ്ടായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ വിജയം കണ്ടെത്താൻ പറ്റുന്ന ഭാഗ്യം എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ നമ്മൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഈ കാണുന്ന നമ്മുടെ ഈ ചെയറുണ്ടല്ലോ, അതിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയലല്ല, പൈസ മേടിച്ചിടലാണ്. ഇന്ന് നല്ല തിരക്കുണ്ടാവും. ക്യാഷിലിരിക്കാനായിട്ട് ഒരാൾ വേണം. അപ്പോൾ എടുത്തു കൊടുക്കുന്നവർക്ക് ആ കാര്യം മാത്രം ഡീൽ ചെയ്താൽ മതി. പൈസയുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് നമ്മളായിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് കൂടുതൽ സ്ട്രെസ് വരില്ല. അത് കാരണം കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. കണി വെക്കാൻ ഒന്നും വേണ്ടേ? കണി വെക്കാൻ പഴം ഒരു പടലേക്ക് വെക്കണം. ക്യാഷ് മേടിച്ചിടാൻ നേരത്തെ നമ്മളിങ്ങനെ പപ്പടം വേണോ എന്തെങ്കിലും മറന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിതിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവർക്കത് ചിലപ്പോൾ മറന്നിട്ടുള്ളതാണെങ്കിൽ അവർ പറയും. അപ്പോൾ ആ ഒരു ട്രിക്കിലൂടെ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ദിവസം മുന്നോട്ട് പോകുന്നത്. കുറേ ചേച്ചിമാരും ചേട്ടന്മാരും നമ്മുടെ ഫാമിലിയിലുള്ളവർ വന്ന് കാണും, വർത്തമാനം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചില്ലറ ഏറ്റവും അധികം വേണ്ട ഒരു ദിവസമാണ് ഓണം വിഷു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മിക്ക സമയങ്ങളിൽ നമുക്ക് തൊട്ടപ്പുറത്ത് ബാങ്കായ കാരണം കൊണ്ട് ഭാഗ്യന് അവിടെ നോട്ട് കൊടുത്തിട്ട് അതുപോലത്തെ സ്വർണ്ണ നാണയങ്ങൾ മേടിച്ചു വെക്കും. ഇത് ഞാൻ തിരിച്ചു കൊടുക്കുമ്പോൾ ഹാപ്പി വിഷു പറയും. നമ്മുടെ കൈമത്തെ ഫേക്ക് നെയിൽ ഉണ്ടല്ലോ, ഇപ്പോഴും നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ടല്ലേ, രക്തരാക്ഷസിയിലൊരു ലുക്കിൽ റെഡ് കളറൊക്കെ ഇട്ട് വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ അതൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ നമ്മളിങ്ങനെ അസംബിൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ നേരത്തുള്ള ഒരു ഗഡുബഡ് തീർക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു പച്ചക്കറി അതുപോലെ ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ നമുക്കറിയാലോ നമ്മുടെ കടയ്ക്ക് എന്തൊക്കെയാണ് ആവശ്യമായിട്ട് വരിക എന്നുള്ളത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭാഗ്യം ഒരുക്കി വെക്കാറുണ്ട് മുമ്പേ തന്നെ കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് മുളക് തരുന്നു. പുട്ടായാവോ? പുട്ടുണ്ടാക്കാറായമ്മാ? ഉണ്ടാക്കാറായ? ഇന്ന് നമുക്ക് പുട്ടാണ് കേട്ടോ. ഇന്ന് നമുക്ക് പുട്ടും പുട്ടിനുള്ള പൊടി സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കത് ഇതിൽ ചെറുപയർ പിന്നെ കാലത്ത് ഇവിടെ ഭയങ്കര തിരക്കാ, ഷൂട്ടിങ്ങൊന്നും നടക്കൊന്നുമില്ല. അമ്മ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഒതുങ്ങി നിന്നിട്ടൊക്കെയാണ്. പിന്നെ ഇപ്പോൾ വിശേഷം കൂടിയല്ലേ, വിഷുവും കൂടിയല്ലേ, അപ്പോൾ പിന്നെ തീരെ നടക്കില്ല. വിഷുവിൻ്റെ തലേദിവസത്തെ വിശേഷങ്ങൾ നിങ്ങൾ ഒരുവിധം അമ്മയുടെ ചാനലിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. നമുക്ക് ഇന്ന് പുട്ടും അതുപോലെ തന്നെ ചെറുപയറാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ പുട്ടും ചെറുപയറും ഒക്കെ വിശേഷ ദിവസങ്ങളിൽ തന്നെയാണ് പലഹാരങ്ങളിലേക്ക് നമ്മൾ കടക്കാറുള്ളത്. അല്ലെങ്കിൽ കഞ്ഞിയും നമ്മുടെ ഉപ്പേരിയും ചമ്മന്തിയാണ് പതിവായിട്ടുള്ളത്. അതാകുമ്പോൾ കുറച്ചും കൂടി കൺവീനിയൻ്റ് ആണ് അമ്മയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കാലത്തെ ബില്ല് പിടിക്കലും കഞ്ഞി തയ്യാറാക്കലും ഒക്കെ അമ്മയും കൂടി ഇൻവോൾവ് ആവുന്ന കാരണം കൊണ്ട് അത് അമ്മയ്ക്ക്
കുറച്ചും കൂടി ഈസി ആക്കാനായിട്ടാണ് കഞ്ഞി വെക്കുന്നത് കേട്ടോ. ഇന്നിപ്പോൾ ഞാനുള്ള കാരണം കൊണ്ട് നമ്മൾ പുട്ടുണ്ടാക്കി. അപ്പോൾ പുട്ടിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ പയർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ പതഞ്ഞ് വരുന്നതിൻ്റെ കാരണേ അതാണ് അമ്മ ബിന്ദിച്ചിൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഓയിലും കൂടി കലർന്നിട്ടുണ്ടോ എന്ന് തോന്നിയിട്ട്. അങ്ങനെ നമ്മൾ പയറൊക്കെ സെറ്റാക്കി റെഡിയാക്കി വന്നിട്ടുണ്ട്. നമ്മുടെ സാധാരണ കുത്തിക്കാച്ചൽ പരിപാടിയാണ് ഇവിടെ നമ്മൾ അവലംബിക്കാറുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ പുട്ടും കുറ്റിയിൽ പുട്ടൊക്കെ നിറച്ച് അതും സെറ്റാക്കി വെക്കുന്നുണ്ട്. ശ്രീകുട്ടൻ അതിരാവിലെ തന്നെ പോണത് ബിന്ദാൻ്റെ അടുത്തേക്ക് പോട്ടെ, അപ്പുച്ചാൻ്റെ അടുത്തേക്ക് പോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഇവിടുത്തെ നമ്മുടെ പഴയ തലൂര് വീടിൻ്റെ അവിടെ നമ്മുടെ അയൽപ്പക്കക്കാരുണ്ടല്ലോ, അവിടെ കൊണ്ടാക്കുകയാണ് അവന് ചെയ്യാറുള്ളത്. അവൻ പോവുകയും ചെയ്തു കേട്ടോ. പിള്ളേരൊക്കെ അവൻ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ പുട്ടും പയറും ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടാ. പുട്ടിനെ കുറിച്ച് എന്തോരം പാട്ടല്ലേ, പുട്ടിനെ കുറിച്ചുള്ള പുട്ടിനാവി വന്നില്ല, പുട്ടിനാവി വന്നില്ല, പുട്ടേ പുട്ടേ ഉണക്കപ്പുട്ടേ. മലയാറ്റൂർക്ക് കുരിശും ചുമന്ന് പോകുന്ന ചേട്ടന്മാരാണ് കേട്ടോ അത്. അങ്ങനെ അച്ഛൻ പുട്ട് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അച്ഛനും അമ്മയൊക്കെ കാലത്ത് 6 മണിയാകുമ്പോഴേക്കും കടയിലേക്ക് എത്തും കേട്ടോ. അച്ഛൻ പണിയുള്ള ദിവസങ്ങളിൽ അച്ഛൻ്റെ പണിക്കാണ് പോകാറുള്ളത്. അച്ഛനിവിടെ കോൺട്രാക്ടർ ചേട്ടന്മാരുടെ കൂടെ പണിക്ക് പോകും. അച്ഛൻ ഇല്ലാണ്ട് അവരോട് പണി നടക്കില്ല എന്നാണ് പറയാറ്. കടയിൽ നിൽക്കുന്നതാണ് അച്ഛന് സൗകര്യം എന്നുണ്ടെങ്കിൽ അച്ഛന് ഇഷ്ടം ചേട്ടന്മാരുടെ കൂടെ പണിക്ക് പോകുന്നതാണ് കേട്ടോ. അങ്ങനെ പിള്ളേരും കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഏറ്റവും വലിയ നല്ല വിശപ്പുണ്ട്. അങ്ങനെ നമ്മുടെ റപ്പായേട്ടനും പുട്ടുമായുള്ള മൽപ്പിടുത്തമാണ് അടുത്തതായി നടക്കാൻ പോകുന്നത്. പയറും പുട്ടും റപ്പായേട്ടനും പിന്നെ പഴവും. പഴം വേണമെങ്കിൽ എടുക്കാമല്ലോ അവൾക്ക്. ഇത്ര അധികം പഴം ഉണ്ടോ നന്ന കൊലക്കണക്കിനിരിക്കുമ്പോ. അങ്ങനെ നമ്മൾ മുകളിൽ എത്തിയപ്പോഴേക്കും രതീഷ് ഇതാ ബാക്കിയുള്ള പഴങ്ങളും പച്ചക്കറികളൊക്കെ അടക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഇന്ന് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവുക. ഇത് നമ്മുടെ റീറ്റെയിൽ സെക്ഷനാണ് കേട്ടോ. ഹോൾസെയിൽ സെക്ഷൻ താഴെയും റീറ്റെയിൽ സെക്ഷൻ ഇവിടെയാണ്. അപ്പോൾ ബിന്ദേച്ചിയാണ് അപ്പുറത്ത് നിൽക്കുന്ന ആൾ. പിന്നെ ഉണ്ണിക്കുട്ടന്മാർ, പിള്ളേരുണ്ട്. പിള്ളേർ എപ്പോഴും ഉണ്ടാവില്ല എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ. അവർ വിശേഷങ്ങളാകുമ്പോഴാണ് വരാറുള്ളത്. പക്ഷേ രതീഷ്, റപ്പായേട്ടൻ, സുജി, ബിന്ദേച്ചി, വാസന്തേച്ചി അങ്ങനെയുള്ളവരൊക്കെ ഒരുപാട് നാളായിട്ട് ഇവിടെ ഉള്ളവരാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വിശേഷവും അതുപോലെ തന്നെ കുശലവും ഒക്കെ പറഞ്ഞ് നിന്നുകൊണ്ട് നമ്മുടെ ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, വെജിറ്റബിൾ അടക്കൽ പരിപാടി, അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തൊട്ടു മുന്നിൽ കൂടെ നമ്മുടെ ഈ ഹൈവേ അല്ലേ, അത് കാരണം ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും എപ്പോഴും. ഈ ഒരു വണ്ടിയുടെ ശബ്ദവും കാര്യങ്ങളും ഒക്കെ ഏറ്റൊരു ലഹളമയാണ്. ബിന്ദേച്ചി ഉണ്ണിക്കുട്ടൻ നിന്നത് കേബേജ് വെട്ടുന്നു, പരിപാടികൾ ചെയ്യുന്നു. ഇതേ തൊട്ടപ്പുറത്ത് നമ്മുടെ റപ്പായേട്ടൻ, നമ്മുടെ അച്ഛൻ കയറി വരുന്നു, സാധനങ്ങൾ കൊടുക്കുന്നു, മേടിക്കുന്നു, വിൽക്കുന്നു, കാശ് മേടിച്ചിടുന്നു. ഇതാണ് കുറേ നാളുകളായി. കുറേ നാൾ വെച്ചാൽ കല്യാണം കഴിഞ്ഞ ആ സമയം തൊട്ട് നമ്മുടെ വിഷു ഇതാ ഇങ്ങനെയൊക്കെ തന്നെയാണ് കുട്ടികളെ. 15 നമ്മുടെ ലക്ഷ്മി ഫുഡ് കഴിക്കാൻ പോയിക്കാം. പുട്ടും പയറും കഴിക്കാൻ പോയാൽ. കുറച്ച് നാൾ മുമ്പ് ഇതായിരുന്നു നമ്മുടെ ലോകം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ തലൂർക്ക് പോയപ്പോഴാണ് ഇങ്ങോട്ട് വരേണ്ടത്. എനിക്ക് കട മിസ് ചെയ്യുന്നതിൽ ഏറ്റവും അധികം മിസ് ചെയ്യുന്നത് ഇതാ ഈ ഒരു ബേക്കറിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബേക്കറിയിൽ കുറച്ച് നേരം നിന്നു. നമ്മുടെ ലക്ഷ്യക്കുട്ടി വരുന്നവരെ, പുട്ടും പഴമൊക്കെ കഴിച്ച് വരുന്നവരെ ആൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പിന്നെ വീണ്ടും നമ്മുടെ സ്ഥാനത്ത് കയറി ഇരിപ്പായി. നമ്മൾ അവിടെ നല്ല തിരക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരക്കുകൾ വരുമ്പോൾ ഇങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ വരും, പിന്നെ കലിയാവും, പിന്നെ വീണ്ടും ഒരു കൂട്ടം ആൾക്കാർ വരും. അതെങ്ങനെയാണെന്ന് അറിയില്ലേ കണ്ടോ. വരുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് വരാറുള്ളത്. അങ്ങനെ നമ്മൾ അവിടുത്തെ പച്ചക്കറികളും കാര്യങ്ങളും അടക്കി വയ്ക്കലും ഒതുക്കലും കഴിഞ്ഞ് നല്ല ഭംഗിയില്ലേ ഇപ്പം കാണാൻ വേണ്ടിയിട്ട് പച്ചക്കറികൾ. ഈ ഭംഗിയാണ് കേട്ടോ ബാക്കിയുള്ളവരെ അട്രാക്ട് ചെയ്യിക്കുന്നത്. അതായത് നല്ല ഭംഗിയിൽ അടക്കി വെച്ചിട്ടുള്ള പച്ചക്കറികൾ കാണുമ്പോൾ നമുക്ക് പൊതുവെ സന്തോഷം തോന്നും, നല്ല ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് ഒക്കെ റോഡിനോട് ചേർന്നിട്ടുള്ള ഭാഗമായ കാരണം കൊണ്ട് പൊടിയും വരും. അപ്പോൾ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ആ മണ്ണിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അത് നനച്ചിടലാണ് പതിവ് കേട്ടോ. അങ്ങനെ റപ്പായേട്ടനും ബാക്കി പിള്ളേരും തകൃതിയായിട്ടുള്ള ബിസിനസ്സിലൊക്കെയാണ്. അപ്പോൾ കണി വയ്ക്കാനുള്ള ഐറ്റംസൊക്കെ നമ്മൾ മുന്നിൽ സെക്ഷനായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് ഒരു കൊല, ഒരു ആപ്പിൾ, ഒരു ഓറഞ്ച്, മുസാമ്പി അങ്ങനെയാണല്ലോ എടുത്തുകൊണ്ട് പോകുക. അപ്പോൾ ആ സൗകര്യത്തിനാണ് അത് അവിടെ അങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് മുരികറിക്ക് അതുപോലെ തന്നെ കാളനിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള തൈര്, അതുപോലെ ഇഞ്ചമ്പുളികൾ, അച്ചാറുകൾ, ഈ വക സംഭവങ്ങളൊക്കെ, പുളിഞ്ചി ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ റെഡിമെയ്ഡായിട്ടും മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കും 2 ദിവസം മുന്നേ. ഞാൻ സത്യം പറഞ്ഞ ബിസിനസ്സാണോ പറയണത്. അപ്പോൾ 2 ദിവസം ഇവിടെ ഇരിക്കുമ്പോഴേക്കും ഞാൻ വലിയ ബിസിനസ്സുകാരിയായി എന്നുള്ളൊരു ഭാവം ഉണ്ടെന്നല്ലേ.
അല്ല കേട്ടോ, ഞാൻ നമ്മുടെ ആ ഒരു ഗോയിങ് വേ പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇവിടെ സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് പതുക്കെ പോയിട്ട് ചോറും ഇട്ടിട്ട് വരാം. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഉച്ചക്കത്തെ ചോറുണ്ണാൻ വേണ്ടിയിട്ട് എത്തി. ഇതാണ് നമ്മുടെ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയതെന്ന് ജയശ്രീ സൂപാരൻ്റെ ഇരിക്കും. ഇനി ഞാൻ വേറെ ഒരാളെ കിടക്കാട്ടത് ചാക്കിൻ്റെ മേലിൽ ഉറങ്ങാൻ തോന്നുന്നുണ്ട്. സബോള സുബു സബോള ചാക്കുമ്പോ കിടന്നുറങ്ങുന്ന കാരണം കൊണ്ടാണ് അത്ര അച്ഛനെ സബോള സുഖു എന്ന് വിളിച്ചത്. അങ്ങനെ വീണ്ടും നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ വീടിന്റെ നമ്മുടെ കടയുടെ മുന്നിൽ ദീപ്തി സ്കൂളാന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ മുന്നിൽ ഒരു കണിക്കൊന്നമരം ഉണ്ടായിരുന്നു കേട്ടോ. ആ കണിക്കൊന്നമരത്തുമ്പോ ഏതോ ഒരു അറ്റത്ത് ഒരു കണിക്കൊന്ന നിൽക്കുന്നുണ്ട്. അപ്പൊ റപ്പായിട്ട് അത് പോയി പൊട്ടിച്ചുകൊണ്ട് പോവാ പിള്ളേരെന്ന് പറഞ്ഞപ്പോ ആ പിള്ളേരെ അത് പോയി പൊട്ടിച്ചുകൊണ്ട് വരാനായിട്ട് നിൽക്കുകയാണ്. ആ നിൽക്കുന്നത് സുജിയും പ്രസാദാണ് കേട്ടോ. അവർ രണ്ടുപേരും നിൽക്കുന്ന കണിക്കൊന്ന ഉണ്ടല്ലോ, അത് പൊട്ടിക്കാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. എന്തായാലും ഫൈനലി രതീഷും കൂടെ ചെന്നപ്പോൾ സംഭവം കിട്ടി. എന്നിട്ട് നമ്മുടെ കടയുടെ മുമ്പിൽ കൊണ്ട് തൂക്കിയിട്ടു. പക്ഷെ സംഭവം എന്താണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കണിക്കൊന്ന കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വരുന്നവർ മുഴുവൻ കണിക്കൊന്ന 1 കൊല തരുമോ, കണിക്കൊന്ന 2 കൊല തരുമോ എന്നൊക്കെ ചോദിക്കുക. ഏറ്റവും ലാസ്റ്റ് അവിടെ കെട്ടിയിട്ട കണിക്കൊന്ന നമ്മളെ ഏതോ ഒരു അമ്മൂമ്മയ്ക്ക് എടുത്ത് കൊടുക്കേണ്ടി വന്നു. ഇനി കണിക്കൊന്നയ്ക്ക് കണ്ടുപറ്റാണ്ടിരിക്കാനാണോ എന്നറിയില്ല, തൊട്ട് അപ്പുറത്തെ എന്നെ കൊട്ടി ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓണം അല്ലടാ വിഷു വന്നു എന്ന് മനസ്സിലാക്കിയത് കണിക്കൊന്ന എൻ്റെ കൺമുന്നിൽ ഇങ്ങനെ തൂങ്ങിയപ്പോഴാണ് കേട്ടോ. ചെറിയൊരു വിഷു ഫീൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് വീട്ടിൽ എത്തിയിട്ട് വേണം ഇതുപോലെ കണിക്കൊന്നൊക്കെ പൊട്ടിച്ച് വെച്ചിട്ട് കണി ഒരുക്കാൻ വേണ്ടിയിട്ട്. ഇതിവിടെ പൊട്ടിച്ച് വന്ന് എൻ്റെ കൺമുൻപിൽ ഇങ്ങനെ കെട്ടി തൂങ്ങുമ്പോഴാണ് ഞാൻ വിചാരിച്ചിട്ടാണത് നമ്മുടെ വീട്ടിൽ കണി വയ്ക്കാനായിട്ട് കണിക്കൊന്നില്ലല്ലോ ദൈവമേന്ന്. അങ്ങനെ രമേശ് ചേട്ടനോട് വിളിച്ചു പറഞ്ഞപ്പോൾ എന്തുണ്ടായിണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയാലോ. അത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വർത്താനം പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിതാ ഒരു 4 മണി ആയിട്ടുണ്ട്. അപ്പോഴേക്കും വെയിലൊക്കെ ഒന്ന് മാറി. അച്ഛൻ നമ്മുടെ വലിയ 2 കുടകളുണ്ടല്ലോ, മുത്തുകുട, അത് നമ്മൾ ചുരുക്കി. ഇനി വെയിൽ വേണ്ടല്ലോ, പച്ചക്കറികളൊക്കെ നന്നായിട്ട് കാണണ്ടേ, അതിന് വേണ്ടിയിട്ട് ചുരുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളുടെ തിരക്കുകളൊക്കെ നല്ല പീക്കിലേക്ക് എത്തും കേട്ടോ. ഇനി അങ്ങോട്ട് നല്ല തിരക്കായിരിക്കും. ഷൂട്ട് ചെയ്യാനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല. അതിൻ്റെ ഇടയിൽ കുറേ ചേച്ചിമാർ നമ്മൾ അറിയുന്നവരൊക്കെ വന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇത് ചേച്ചി വരാക്കരയാണ് വീട് കേട്ടോ. അപ്പോൾ ചേച്ചി വരാക്കരയിൽ നമ്മുടെ കടയിലേക്ക് പച്ചക്കറി മേടിക്കാൻ വേണ്ടി വന്നതാ. അതെന്തായാലും ഞാനും ഉണ്ടാക്കും. ചേച്ചി ഉണ്ടാക്കണ്ട. വിഷുക്കട്ടൊക്കെ ഉണ്ടാക്കിയത് കഴിച്ചിട്ട് ഞങ്ങൾ പോകുന്നതിൻ്റെ അടുത്തേക്ക്. വെള്ളിയാഴ്ച പള്ളിയിൽ ഓശാന നടക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല തൊട്ട് മുമ്പിൽ നമുക്ക് പള്ളിയുണ്ട്. മാത്രമല്ല ചേച്ചിയും ചേട്ടനും കൂടി നാളെ കണി വയ്ക്കാൻ, അത് ഇന്ന് വൈകുന്നേരം കണി വയ്ക്കാനായിട്ടുള്ള കണിക എടുക്കാൻ വന്നതാണ്. അപ്പോൾ പ്ലാനിങ് നടക്കുകയാണ്. ഏത് വീട്ടിലാണ് കൂടുന്നത്, മണ്ണമ്പേട്ട കൂടുന്നുണ്ടോ, ഒല്ലൂര് വീട്ടിലാണോ, വല്ലൂര് വീട്ടിലാണോ എന്നൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ വല്ലൂര് കൂടാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും ഓരോ ഭാഗങ്ങളായിട്ട് അവരുടെ പോർഷൻസ് തരംതിരിച്ചെടുക്കുകയാണ്. ചേച്ചി എന്തൊക്കെ ഉണ്ടാക്കും, അമ്മ എന്തൊക്കെ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. നാളെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഈ ഒരു സമയം എന്ന് പറയുന്നത് പച്ചക്കറി മേടിക്കാൻ മറന്നവരുടെയും അതുപോലെ തന്നെ വൈകിയവരുടെയും കണി വെക്കാനായിട്ട് സാധനങ്ങൾ തികയാത്തവരുടെയും ഒക്കെ നേരാവും. അവരാണ് ഇവിടെ ഈ ഒരു സമയത്ത് കൂടുതൽ വരിക. അതൊരു 10 മണിയോട് അടുപ്പിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഏകദേശം കണക്കൊക്കെ നോക്കേണ്ട സമയമായിട്ടുണ്ടാവും, കടയൊക്കെ വൃത്തിക്കിടേണ്ട സമയമായിട്ടുണ്ടാവും. നമുക്ക് നാളെയും കട തുറക്കും കേട്ടോ. നാളെ കട തുറക്കുന്നുണ്ടാവുക റപ്പായേട്ടനായിരിക്കും. കണ്ടോ കാറ്റ് ഇപ്പം എത്തിയുള്ളൂ ഗൈസ്, കാറ്റ് ഇപ്പം എത്തിയുള്ളൂ കുട്ടികളെ. ഇവിടെ ഭാഗ്യം വന്നിരുന്നപ്പോൾ ഭാഗ്യം മനസ്സിലായി ഇവിടെ ചൂടാണ്. അങ്ങനെയാണ് ആളിവിടെ കാറ്റ് കൊണ്ട് വെച്ചത്. ഞാൻ കാലത്തോട്ട് 5 മണി വരെ കാറ്റില്ലാണ്ടിരുന്നത്. താഴെ ഹോൾസെയിലിൽ
ഭാഗ്യനെ എപ്പോഴും പണിയെടുപ്പിക്കാനാണ് ഇഷ്ടം എന്ന് ഞാൻ പറയാറില്ലേ, അതുപോലെ തന്നെയാണ്. ആളെ ഈ പ്രദേശത്തൊന്നും കണ്ടില്ലല്ലോ. ആള് വേറെ പല കാര്യങ്ങളിൽ ഇൻവോൾവഡ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ ഇരിക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് കുത്തിമറിയാനോ ഒന്നും ആളെ കിട്ടില്ല കേട്ടോ. അങ്ങനെ ലക്ഷ്മി എനിക്ക് ഒരു കട്ട്ലേറ്റും അതുപോലെ തന്നെ ഒരു ചായയും കൊണ്ടുവന്ന് തന്നു. വിശപ്പൊക്കെ അപ്പത്തേക്ക് അടങ്ങിയിട്ടുണ്ടായിരുന്നു. പിള്ളേർ പോവാൻ നിൽക്കുകയാണ് കേട്ടോ. വിഷു കച്ചവടം കഴിഞ്ഞിട്ട് അനിയും പോവാണ്, അച്ഛൻ പോവാണ്. അവരെന്തായാലും നാളെ കാണാം. പിള്ളേര് മാത്രമല്ല, അത് അച്ഛനും അമ്മയും കൂടി ഇറങ്ങാൻ നിൽക്കുകയാണ്. അമ്മ ആകെ കെട്ടിപ്പൂട്ടിയിട്ടാണ് പോണത്. ഈ കാറ്റടിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നു പറഞ്ഞിട്ടാണ് കേട്ടോ അമ്മ കെട്ടിപ്പൂട്ടി പോണത്. കൊറോണയ്ക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ കട 24 hours അല്ലാണ്ടാക്കിയത്. അല്ലെങ്കിൽ 24 hours വർക്ക് ചെയ്യുന്ന ഒരു കടയായിരുന്നു നമ്മുടെ. 365 ദിവസം വർക്ക് ചെയ്യുമെന്ന് പറയില്ലേ, അതുപോലെ തന്നെ. അപ്പോൾ താഴത്തുള്ള പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ, പച്ചക്കറികളല്ല വേസ്റ്റൊക്കെ അടിച്ചു വാരിയിട്ടിട്ടുണ്ട്. ചേട്ടന്മാർ ചേട്ടന്മാരല്ല കേട്ടോ, ഇവരൊക്കെ എൻ്റെ പ്രായക്കാരും എന്നെക്കാളും താഴെയുള്ളവരുമാണ്. അവർ എന്നെ ചേച്ചി എന്ന് വിളിക്കുന്ന കാരണം കൊണ്ടേ ഞാനിങ്ങനെ അനിയന്മാരെ പോലെ കണ്ട് പിള്ളേരെ എന്നാണ് ഞാൻ എപ്പോഴും പറയാം. അപ്പോൾ പിള്ളേരെന്നെ നമ്മുടെ കണി വെക്കാനുള്ള സംഭവങ്ങളൊക്കെ ഡിക്കിയിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ശ്രീക്കുട്ടൻ നന്നായിട്ട് കിടന്നുറങ്ങും. നമ്മൾ നാളത്തെ കാര്യങ്ങളും നാളത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വല്ലൂർ എത്തുന്നതേ അറിയില്ല കേട്ടോ. ഞാൻ അവിടെ തറാകുമ്പോഴേക്കും മിക്കതും ഉറങ്ങാനാണ് വഴി. അങ്ങനെ നമ്മൾ വല്ലൂർ എത്തിയപ്പോഴേക്കും ശ്രീകുട്ടൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ശ്രീകുട്ട എനിക്ക് പിന്നെ വീടെത്തി. നമുക്കൊന്ന് കുളിച്ച് സെറ്റാക്കിയിട്ട് വരാം. വീടൊക്കെ വൃത്തിയാക്കിയിട്ടിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ വൈകുന്നേരം വന്നപ്പോൾ നമ്മൾ വൃത്തിയാക്കിയതാണല്ലോ. ഇനി നമുക്ക് പൂജാ റൂമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ വിളക്കൊക്കെ ഒന്ന് കഴുകണം. എന്തായാലും വിളക്ക് വെച്ചിട്ടുണ്ടാവല്ലോ, ഒന്ന് കാലത്ത് നമ്മൾ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. വിളക്ക് എന്നും നമ്മൾ പൂജാ റൂമിൽ കത്തിക്കാറുണ്ട് കേട്ടോ. അതങ്ങനെ വിളക്കായിട്ടൊന്നുമല്ല, 2 നേരം കത്തിക്കും. സന്ധ്യാസമയത്ത് നമ്മൾ വീടിൻ്റെ പുറത്തേക്ക് കത്തിക്കും. കാലത്ത് പോകുമ്പോൾ ശ്രീകുട്ടനോ അല്ലെങ്കിൽ ഏട്ടനോ ഇവിടെ കത്തിക്കും. അത് നിങ്ങളിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ, എന്നും കാണുന്നതല്ലേ. അങ്ങനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ബാക്കി സംഭവങ്ങളും കണിക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള കൃഷ്ണൻ നമ്മൾ പൂജാ റൂമിൽ സെറ്റ് ചെയ്യാറില്ല, അത് മുകളിലാണ് വെക്കാറുള്ളത്. അതിനെടുത്തുകൊണ്ട് വരലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു 1.5 മണിക്കൂറത്തെ പരിപാടിയാണ് കണി ഒരുക്കുക എന്നുള്ളത്. അത് ഷൂട്ടിങ്ങും കൂടി ആകുമ്പോൾ എക്സ്ട്രാ സമയം എടുക്കും. നവധാന്യങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ, പൈസ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ രമേശ് ചേട്ടനോട് വിളിച്ച് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഒരു എന്താ പറയുക, ഒരു മുറം കണി എന്നൊക്കെ പറയില്ലേ, കണിക്കൊന്നപ്പൂവ്, അത് നമുക്ക് അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല വെള്ളമൊക്കെ തെളിച്ച്, പിന്നെ തിരുവുടയാട, ബാക്കി സംഭവങ്ങൾ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഒപ്പം നമ്മുടെ കൃഷ്ണൻകുട്ടി ഇതാ കണ്ടോ, ഇതാണ് എൻ്റെ കണിയായിരുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് തിരിയിടാമെന്നാണ് വിചാരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് പറ്റാവുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്കിതിങ്ങനെ അങ്ങോട്ട് ചെയ്തില്ലെങ്കിൽ എന്താ പറയുക, മനസ്സിന് വല്ലാത്ത എനിക്ക് തോന്നുന്നു ഞാൻ കണി കണ്ടു തുടങ്ങിയിട്ട് ഒരു 12 വർഷമായിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഇത്രയും വിപുലമായ രീതിയിൽ ഞാൻ തന്നെ ഒരുക്കി തുടങ്ങിയപ്പോൾ. അപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് അത് കാണാണ്ടായിട്ടുണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ കണിയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ കൃഷ്ണൻകുട്ടീനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കണി എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ നാട്ടിൽ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ കണി വെക്കാനായിട്ട് പിള്ളേർ വരും. അവരിങ്ങനെ അർബാനയിൽ ഉന്തി കണിയേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ മീശമാധവൻ സ്റ്റൈൽ ഉണ്ടല്ലോ, കണ്ടു ഞാൻ കൃഷ്ണനെ അവിടെ കറുവർണ്ണനെ, ആ പരിപാടി ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലും ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ വന്നിട്ടുണ്ട്. കണി ഒരുക്കി ഞാൻ ചെറിയൊരു ഉറക്കം കഴിഞ്ഞു ഇതിനിടയിൽ. അല്ലേ കൊന്നപ്പൂ ആവശ്യം പോലെയാ.
ഹാപ്പി വിഷു. ഹാപ്പി വിഷു. അടുത്ത കൊല്ലം ഞങ്ങള് വരൂടാ. ആ പിന്നെന്താ, ഞങ്ങള് കണി വെച്ചിട്ട് കിടന്നുണ്ടായില്ല, ഇപ്പൊ വന്നുള്ളൂ കടയിൽ നിന്ന്. ഞങ്ങൾക്കറിയായിരുന്നു അവിടെ ഇങ്ങോട്ട് വരണേ. അറബാനില്ലേ ഇപ്പൊ? അവിടെ എന്ത് ജോൺസൺ ചേട്ടൻ്റെ മക്കള്, അതുപോലെ തന്നെ പേരക്കുട്ടികൾ, പിന്നെ നമ്മുടെ ഇവിടുത്തെ പിള്ളേര് സെറ്റ് എല്ലാവരും ആണ് കേട്ടോ ഇപ്രാവശ്യം കണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കണിയൊക്കെ കണ്ട് നമ്മുടെ വിഷുക്കണി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൊന്നപ്പൂ ആവശ്യം പോലെ കേട്ടാ രമേശേട്ടൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. പടക്കം പൊട്ടലും ബഹളവും കണി വരലും ഒക്കെ ആയി സമയം 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്രാവശ്യം സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കൃഷ്ണൻ. നമ്മളെല്ലാ കൊല്ലവും വെക്കാറുള്ള നമ്മുടെ കൃഷ്ണൻ. പിന്നെ കടയിൽ ഈ പരക്കപ്പാച്ചിലല്ലേ, കാലത്ത് തൊട്ടുള്ള ഈ പരക്കപ്പാച്ചിലല്ലേ, അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും നമ്മളെ മനസ്സിലാക്കാൻ കഴിയാത്ത കൃഷ്ണനും ബാക്കി ആരും ഇല്ല എൻ്റെ ഉള്ളിൽ. അപ്പോൾ അവരെയൊക്കെ അനുഗ്രഹം എനിക്ക് മാത്രമല്ല എൻ്റെ ഫുൾ ഫാമിലിക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ മനസ്സുരുകി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വിഷു എന്ന് പറയുന്നത്. ഇനി നാളെ കാലത്ത് അമ്മയും ചേച്ചിയും ഏട്ടായി അച്ഛനും കുഞ്ഞിനും എല്ലാവരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീകുട്ടൻ ഓൾറെഡി ഉറങ്ങിയിട്ടോ. അപ്പോൾ കണി കണ്ടു, പിള്ളേർ കൊണ്ടുവന്ന കണി കണ്ടു, നമ്മൾ വെച്ച കണി കണ്ടു. കണി എങ്ങനെയും ഇരുന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തോളാം. നമ്മളെല്ലാം വെച്ചിട്ടുണ്ട്, നവധാന്യം വെച്ചിട്ടുണ്ട്, അരി വെച്ചിട്ടുണ്ട്, കണ്ണാടി ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞത്, അപ്പുറത്തേക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് കേട്ടാ. അങ്ങനെ എല്ലാം ഉണ്ട്. എല്ലാം കണ്ട് നമ്മളിൽ തന്നെയുള്ള നമ്മുടെ ആ ഒരു ചൈതന്യത്തെ കണ്ട് നമ്മൾ ഇപ്രാവശ്യത്തെ നമ്മുടെ ഒരു വർഷം ഇവിടെ അങ്ങനെയാണ് ആരംഭിക്കുകയെന്നാണ് പറയുക. അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ അല്ലേ ഭാഗ്യ? തീർച്ചയായും. അപ്പോൾ നമുക്ക് നാളെ കാണാം. അപ്പം എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഹാപ്പി വിഷു.